ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് കുടിച്ചു ബോധമില്ലാതെ കാവേരിനെ എന്തൊക്കെയോ വിളിച്ച് പറയാണ് കേട്ടോ. പെട്ടെന്ന് കാവേരിക്ക് മനസ്സിലാവാണ് അത് വിനീതാണെന്ന്. ഈ സമയത്ത് നീവിൻ അവിടെ ദൂരെ നിന്ന് മാറി നിന്ന് നോക്കിയിട്ട് ഇങ്ങനെയാണോ പെൺപിള്ളേരോട് സംസാരിക്കുക, എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, ആ ഗംഗയും കാവേരിയും ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കേട്ടോ കാവേരിനെ കാണുന്നത്. അന്നേരം നിവിൻ പറയാണ്, ഡാ കാവേരിയും ഗംഗയും. ഏത് കാവേരിയും ഗംഗയും എന്ന് വിനീത് ചോദിക്കുകയാണ്. ഡാ നോക്ക്, കാവേരിയും ഗംഗയും എന്ന് പറയട്ടോ. ആ കാവേരിയും ഗംഗയല്ലേ എന്ന് പറഞ്ഞിട്ട് വിനീത് അപ്പോഴും പറ്റായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. നിവിനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടുപേരെയും തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് നിവിനെ ചീത്ത പറയാണ് കേട്ടോ കാവേരി. നിവിൻ അപ്പം താനാണല്ലേ ഇതിന് പിന്നിൽ എന്ന് ചോദിക്കാണ് കേട്ടോ. അയ്യോ കാവേരി, ഞാനല്ല, അത് മനഃപൂർവ്വമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് മനഃപൂർവ്വമല്ല എന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ ഓരോരോ ആണിനെ കുടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരാനാണല്ലേ, പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലേക്ക് പാതിരാത്രി കയറി വരാൻ വേണ്ടിയിട്ടുള്ളൊരു അടവല്ലേ, മേലിൽ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോകരുത്. അയ്യോ കാവേരി, ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഈ ഇത്ര ചീപ്പായിട്ടോ എന്നൊക്കെ ചോദിക്കുന്നു. കടന്നു പോകാൻ എൻ്റെ മുന്നിൽ നിന്നൊന്നും പറയുകയാണേ. അപ്പോൾ വിനീത് പറയാം, ആ കടന്നു പോ, നീ പൊക്കോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നിവിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാണ് കേട്ടോ. പക്ഷേ വിനീതാണെന്നുണ്ടെങ്കിൽ ആടി 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 തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ വിനീത് എന്തോ പറയാൻ പോകുമ്പോൾ മിണ്ടരുത് എന്ന് പറയുന്നത് കേട്ടോ കാവേരി. ഓ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വായൊക്കെ പൊത്തി നിൽക്കുകയാണ്. അന്നേരം ഗംഗ ചോദിക്കുന്നു, ഇത്രയും വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതായത് സാറില്ല, കൂടി പോയിട്ടൊന്നുമില്ല, കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്ന് കാവേരി പറയണേ. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ്. താങ്ങി പിടിച്ച് കൊണ്ടുവന്നിട്ട് ബെഡിലേക്ക് ഇരുത്താണ്. പക്ഷേ അപ്പോഴേക്കും അങ്ങനെ വീഴും. കുളിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്, തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ കിടുന്ന വഴിക്ക് തന്നെ വിനീത് ഉറങ്ങിപ്പോകാണ്. അന്നേരം ശാരദ ചോദിക്കണേ, ഉറങ്ങിയാ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാധമ്മ പറഞ്ഞു, ആ ഉറങ്ങി, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോകാണ്. അപ്പോൾ ഗംഗനോട് ശാരദ ചോദിക്കുന്നുണ്ട്, നീ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗംഗ പറയുന്നുണ്ട്, ഭർത്താവിനെ മദ്യപിച്ചെത്തിയ ഭർത്താവിനെ കുളിപ്പിച്ചു കൊണ്ട് കെടുത്തിയാൽ മാത്രം പോരല്ലോ, ഇനിയുണ്ടല്ലോ മാതൃകാ ഭാര്യയുടെ കുറച്ച് ചുമതലകൾ, അതൊക്കെ തീർക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം അമ്മ പൊക്കോ, അമ്മയ്ക്ക് അച്ഛൻ മുമ്പ് കുടിച്ചിട്ടൊന്നും ശീലമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരിക്കില്ല, അമ്മ പോയി കിടന്നോ, ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് വാതിലടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നിവിനെ കാത്തു നിൽക്കുകയാണ് രാജേശ്വരി. അപ്പോൾ മേഡം ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അസി. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, നിവിനെ കണ്ടിട്ട് വേണം ഉറങ്ങാനായിട്ട്. ആ ഭൂമിയുടെ കാര്യം പറയാം. ഓ ഭൂമി പൂജയുടെ കാര്യമല്ലേ, അതെ, അതിനെക്കുറിച്ച് പറയണം എന്ന് പറയണം. ഈ സമയത്ത് നിവിൻ അവിടേക്ക് വരികയാണ് കേട്ടോ. വണ്ടി അങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് വരുന്നത്. അപ്പോഴേക്കും അസി ഓടി വരികയാണ്. വണ്ടി സ്റ്റാൻഡിലിടാനൊന്നും നിവിന് പറ്റുന്നില്ല. അപ്പോൾ അസിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എടാ ഇതത് നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിവിൻ കുടിച്ചിട്ട് ഇത്തിരി കുടിച്ചിട്ടുണ്ട്. ഇത്തിരിയോ? രണ്ട് ബീർ അടിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അസി മണത്ത് നോക്കുകയാണ്. ഇത് ബീറൊന്നുമല്ലല്ലടാ എന്ന് പറയാം. ഞാൻ പറയണത് കേൾക്ക്, 2 ബീറാണ് ആദ്യം കുടിച്ചത്. അതിനുശേഷം ഇന്ന് വിനീതിൻ്റെ കല്യാണ പാർട്ടിയല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ വിനീതിനെ കൊണ്ട് വീട്ടിലേക്ക് പോയി. ആരെ വീട്ടിലേക്ക്? കാവേരിയുടെ വീട്ടിൽ. ഒയ്യോ എൻ്റെ തല! ഓ നിൻ്റെ തലയ്ക്ക് എന്താ കുഴപ്പം പറ്റുക? നിൻ്റെ തലയ്ക്ക് പകരം വേറെ തല വെച്ച് പിടിപ്പിക്കാടാ. അസിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്, സത്യം ചെയ്തിട്ടുള്ളതല്ലേ ഇനി കാവേരിയുടെ വീട്ടിൽ പോകൂല എന്നുള്ളത്. അതിനുശേഷം അസി ചോദിക്കുകയാണ്, പിന്നെ എന്തുണ്ടായി? ഞാൻ വിനീതിനെ കൊണ്ട് കാവേരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാവേരി ഞാനാണ് വിനീതിനെ കുടിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞടാ, എന്നോട് കടന്നു പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ ബാറിൽ കയറിയിട്ട് 2 എണ്ണം കൂടെ അടിച്ചു ആ വിഷമത്തിൽ. ഇതൊക്കെ രാജേശ്വരി കേട്ട് നിൽക്കുന്നുണ്ട്. അതെ നിൻ്റെ അമ്മ കാത്തു നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ ഈ ഡേറ്റിൽ കാര്യം, അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ രാജേശ്വരിക്ക് ദേഷ്യം വന്നിട്ട് രാജേശ്വരി അവിടെ നിന്ന് മാറിക്കാണ് കേട്ടോ. അപ്പോൾ അമ്മനെ കാണുന്നില്ലല്ലോ, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നിവിനെ അവിടെ നിന്ന് പോകും കേട്ടോ. അതിനുശേഷം രാജേശ്വരി അസിനെ വിളിക്കുകയാണ് കേട്ടോ. അസി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അസി കേട്ടോ, മേഡം നിവിനെ കാണുമെന്ന് പറഞ്ഞിട്ട്, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഞാൻ അവനെ കാണാം, മദ്യപിച്ചെത്തിയ മകനെ കാണുന്നത് അമ്മമാർക്ക് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ട് രാജേശ്വരി ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകാണ് കേട്ടോ. നിവിനെ കുറ്റം പറയുന്നുണ്ട് കുടിച്ചതിൽ. അവൻ കുടിക്കുന്നത് നിനക്ക് അറിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അസിനോട്. അവൻ ബീറേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. ബീറിൽ തന്നെയാണ് തുടക്കം, അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ രാജേശ്വരി പറയുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ വിനീത് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വിനീത് തലേദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണേ. നിവിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നത് വരെ ഓർമ്മയുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പം ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് നോക്കുമ്പോൾ ബെഡ്ഷീറ്റിൽ മൂടി പൊതിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയ വഴിക്ക്
ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാവാണേ. അയ്യേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും മൂടി പതിക്കുകയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങോട്ട് പോയി നിങ്ങൾ വിനീത ആലോചിക്കുകയാണേ. അപ്പോഴേക്കും ഗംഗ വാതിൽ മുട്ടാണ്. ആരാണ്? ഞാനാ ഗംഗ എന്ന് പറഞ്ഞിട്ട് വരികയാണേ. അപ്പോൾ ഗംഗ എൻ്റെ അങ്ങനെ മൂടി പൊതിച്ചിരിക്കുന്നത് പനിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് തൊട്ട് നോക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ തൊടണ്ട എന്ന് പറഞ്ഞു. എന്താ ചോദിക്കുക? അല്ല പനിയൊന്നും ഇല്ല, തൊടണ്ട എന്ന് പറയുകയാണേ. എന്നാൽ ഇത് കുടിക്കി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ? ഇത് കുടിക്കി, അവിടെ വെച്ചിട്ട് പൊക്കോ, ഞാൻ കുടിച്ചോളാം. പറ്റില്ല, ഇത് കുടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണേ. അപ്പോൾ കുടിക്കുമ്പോൾ മോരും വെള്ളമാണ് കേട്ടോ. മോരും വെള്ളമാണ് നല്ലത് ഇപ്പോൾ ഒക്കെ ഇട്ട് പോകാനായിട്ടെന്ന് രാധമ്മ പറഞ്ഞു. അതുകൊണ്ടാണ് മോരും വെള്ളം ഞാൻ കൊണ്ടുവന്നത്. പിന്നെ തലവേദന ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിനീതിനാകെ ചമ്മലാമിട്ട. അല്ല അത് പിന്നെ എന്ന് പറയാണ് കേട്ടോ. ഞാൻ കുടിച്ചോളാം, കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇന്നലത്തെ കാര്യം ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അല്ല അത് പിന്നെ ഒരു അബദ്ധം എന്ന് പറയാൻ കേട്ടോ. ഇന്നലെ കുളിപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് കെടുത്തിയത്. കുളിപ്പിച്ചോ എന്ന് ചോദിക്കണം. എനിക്കതൊന്നും ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി കുളിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായല്ലേ? 5-6 ബക്കറ്റ് വെള്ളം ഒരാളുടെ തലയിൽ കോരി ഒഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ഗംഗ പറയൂട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് കൂടെ കൈയിട്ടിട്ടാണ് കേട്ടോ ആ മോരും വെള്ളം കുടിക്കുന്നത്. എന്നിട്ട് ഗംഗ പറയാണ്, അല്ല ഇന്നത്തെ ദിവസം മുഴുവനും ഈ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ മൂടി പൊതിച്ചിരിക്കാൻ തന്നെയാണോ പ്ലാൻ എന്ന് പറയാൻ. അല്ല ഡ്രസ്സൊക്കെ ഞാൻ അലക്കാനെടുത്തിട്ടിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഊരി അലക്കാനിട്ടിട്ടുണ്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് ഗംഗ പോകും കേട്ടോ. ഗംഗ പോയി കഴിഞ്ഞ ശേഷം വിനീത ഇങ്ങനെ ആലോചിക്കുകയാണേ, ഡ്രസ്സ് ഊരിയിട്ട് അലക്കാനിട്ടോ? അയ്യേ, അപ്പം കണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ കെടുക്കുകയാണേ. ആകെ നാണക്കേടായി. ഗംഗയാണ് തൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയത്. ഇപ്പോൾ താൻ ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് കിടക്കുന്നതെന്ന് വിനീതിന് മനസ്സിലാവുമ്പോൾ വിനീത് ഭയങ്കരമായിട്ട് ചമ്മലൊക്കെ ആവാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നിവിൻ കുളിച്ച് വരുന്ന സമയത്ത് നിവിൻ്റെ ബെഡിൽ നിറച്ച് മദ്യക്കുപ്പികൾ കേട്ടോ. അപ്പോൾ നിവിൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് രാജേശ്വരി വരികയാണ്. ഇപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതൊക്കെ ഇന്ത്യനാണ്. ഇനി ഫോറും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഞാൻ പേടിപ്പിച്ചതാണ് ഒരാളെ കൊണ്ട് പറഞ്ഞ്. കാരണം പുറത്തു പോയി കുടിക്കുന്നത് നാണക്കേടല്ലേ. അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ആയിക്കോ എന്ന് പറയാം കേട്ടോ. അമ്മേ അത് പിന്നെ എനിക്കിന്നലെ മതി പറഞ്ഞത് മതി, ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ട. മദ്യത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ് നിൻ്റെ അച്ഛൻ. നിൻ്റെ അച്ഛന് നാണക്കേട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഞാനിവിടെ കൊണ്ട് വെച്ചിട്ടുള്ളത്. ഇനി വീട്ടിൽ തന്നെ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ പോകുമ്പോൾ നീന ആകെ ചമ്മലും നാണക്കേടൊക്കെ ആവുകയാണ്. പിന്നെ കാണിക്കുന്നത് രാവിലെ ശാരദയും രാധമ്മയൊക്കെ കൂടിയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. യമുനയുണ്ട്, ഗംഗയുണ്ട്. അപ്പോൾ ശാരദയാണെന്നുണ്ടെങ്കിൽ വിനീതിനോട് കുടിച്ചതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് പറയുകയാണേ. അപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, വേണ്ട അതൊന്നും ചോദിക്കേണ്ട, പിന്നെ ചോദിക്കാതെ വിടാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ രാധമ്മ പറയുകയാണ്, നീ ഇതിനു മുമ്പ് വിനീത് കുടിച്ചതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്ന് പറയുമ്പോഴേക്കും കാവേരി അവിടേക്ക് വരികയാണ്. വണ്ടിയോട് അടക്കുമ്പോഴല്ലേ മാങ്ങര പുളി അറിയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ കാവേരി പറയാണ്, അത് ശരി തന്നെയാണ്, കഴിഞ്ഞ തവണ അച്ചാറിടാൻ വാങ്ങിച്ച മാങ്ങയ്ക്ക് ഭയങ്കര പുളിയായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ രാധമ്മനോട് ശാരദ പറയുകയാണേ, സുജാതയുടെ അടുത്ത് ചിലപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ടാണെങ്കിലോ, ഇപ്പം അവൻ വീട് മാറിയില്ലേ, ഇവിടെ അതൊക്കെ നടക്കും എന്നാണെങ്കിലോ ചിലപ്പോൾ അവൻ്റെ തോന്നലെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ശാരദ. അപ്പോൾ രാധമ്മ പറയുകയാണെ, അതെ ഞാൻ അവനൊരു കഥ പറഞ്ഞുതരാം. ഒരു മകനോട് അമ്മ അച്ഛനോട് പറയാണ് ഒരു മകനെ കുറിച്ചൊരു കാര്യം ചോദിക്കാനായിട്ട്. എന്നും ഇവിടുത്തെ ബാത്റൂമിൽ സിഗരറ്റിൻ്റെ മണമാണ്, വീടി മണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മോനോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അമ്മനോട് അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇപ്പോൾ ബാത്റൂം മാത്രമേ നാറുന്നുള്ളൂ, ഞാനത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ വീട് മുഴുവനും നാറും. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം നമ്മളത് അവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒച്ചയും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാവും, ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞവൻ നമ്മൾ കാണലെ തന്നെ കുടിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് കാവേരി വന്നിട്ട് യമുന നാളേനെ ചെറുന്നതിന് എടുത്ത് കഴിച്ചിട്ട് രണ്ടാളും അടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. വല്ല പൂച്ചനെ മേടിച്ച് വളർത്തിയാൽ മതിയായിരുന്നു എന്ന് ശാരദ പറയാണ് കേട്ടോ. അപ്പോൾ രാധം പറയും, എന്നാൽ ശരി നീ പോയി പൂച്ചനെ മേടിച്ച് വളർത്തും, ഞാൻ പോകണമെന്ന് പറയട്ടോ. അമ്മ പോകല്ലേ, അവിടെ നിൽക്ക്, അമ്മ പറയുന്നത് ഞാൻ ചോദിക്കേണ്ടെന്നാണോ? ചോദിക്കേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഭർത്താവ് അതായത് മാധവേട്ടൻ കുടിക്കുമായിരുന്നു, പക്ഷെ അത് ഞാനും മാധവേട്ടൻ മാത്രം അറിഞ്ഞിട്ടുള്ളൊരു കരാറായിരുന്നു. അപ്പോൾ ഭാര്യമാർക്കൊരു പിടിവള്ളിയാണ് ഈ ഭർത്താക്കന്മാരുടെ ഈ ഒരു കുടി എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗ ഇതൊക്കെ കേട്ട് നിൽക്കുന്നിട്ടുണ്ട്. അപ്പോൾ ഗംഗ എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. അവൾ വല്ലതും പറഞ്ഞോടി, എവിടെ നിന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല അവൾ ഈ നേരായിട്ടെന്ന് പറയാൻ കേട്ടോ ശാരദ. അങ്ങനെ ഈ രാധമ്മ പൂർണ്ണമായിട്ട് പറയുകയാണ് വിനീതിനോട് ചോദിക്കേണ്ട കുടിച്ചതിനെ കുറിച്ച്.
അപ്പോൾ ശാരദ പറയും മിക്കവാറും ഗംഗ അവനെ കൊണ്ട് ഏത്തം ഇടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയട്ടോ. അങ്ങനെ ഏത്തം ഇടിക്കുകയാണ് കേട്ടോ. പക്ഷെ ഗംഗയല്ല, നിളമോളാണ് ഏത്തം ഇടിക്കുന്നത്. പ്രമോലാണ് കേട്ടോ അത് കാണിക്കുന്നത്. ഏത്തം ഇടുന്നത് വരെ മാത്രമേ എപ്പിസോഡുള്ളൂ. അങ്ങനെ ഏത്തം ഇടിച്ചിട്ട് പറയുന്നുണ്ട് ഇനി മേലിൽ കുടിക്കൂല എന്നൊക്കെ സത്യം ചെയ്യുന്നുണ്ട്. ഗംഗയാണെന്നുണ്ടെങ്കിൽ അവിടെ വാതിലിൻ്റെ അടുത്ത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വിനീത ഏത്തിടുന്നതും പറയുന്നതൊക്കെ അതൊക്കെ കണ്ടിട്ട് ഗംഗ ചിരിക്കുകയാണ് കേട്ടോ. ഗംഗയ്ക്ക് കുറേയൊക്കെ വിനീതിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ജയപാലൻ നിവിനെയും കൊണ്ട് തോട്ടം കാണിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ തോട്ടം ഞാൻ കുറച്ച് മുമ്പല്ലേ അങ്കിൾ വാങ്ങിയത്, ആ സമയത്തല്ലേ അരവിന്ദൻ അങ്കിളുടെ വീട് ജപ്തിയായത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അന്ന് സഹായിക്കാൻ കാശില്ലാത്ത സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ നിവിൻ ചോദിക്കുന്നുണ്ട്. പിന്നെ നിവിൻ കാവേരിയുടെ ഫോണിലേക്ക് ഇങ്ങനെ കാലത്തോടങ്ങി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് രാത്രി നമ്മൾ കാവേരി ഫോൺ എടുത്തിട്ട് ദേഷ്യത്തോടുകൂടി സംസാരിക്കുമ്പോൾ കാവേരി അച്ഛനെ സംബന്ധിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തുടങ്ങി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാവേരിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണ്, എന്തായിരിക്കും തൻ്റെ അച്ഛനെ കുറിച്ച് പറയാനുള്ളതെന്ന്. പിന്നെ സലീമിക്ക വിനീതിന് ഉപദേശിക്കുകയാണ് കേട്ടോ. മുല്ലപ്പൂവും ഹലുവയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനൊക്കെ പറയാണ് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ പ്രമോ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.